പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാന ഒട്ടുക്ക് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡുകളിലും എല്ലാം നമ്മളിന്ന് മെഗാ ക്ലീനിങ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് മെഗാ ക്ലീനിങ് നടക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ ഈ ക്ലീനിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ 5-ാം വാർഡ് മെമ്പർ ബഹുമാന്യായ ജിജോ കാരക്കാട്ട് അവർ, അതുപോലെ തന്നെ ആശാവർക്കർമാർ, പ്രിയപ്പെട്ട അംഗങ്ങൾ ഓരോരുത്തരെയും ഈ മെഗാ ക്ലീനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മഴയത്തും മുൻപേ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇളങ്കാട് ടൗൺ പ്രദേശങ്ങൾ ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുക. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. മഴ വരുമ്പോൾ സാംക്രമിക രോഗങ്ങളും വിഷയങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ അതിൽ ഒരു പ്രതിരോധം എന്ന നിലയിലാണ് ഈ മഴയത്തും മുൻപേ എന്ന ഈ ക്യാമ്പയിൻ ഇവിടെ നടത്തുക. നമുക്ക് അതിൻ്റെ ഒരാഴ്ചത്തേക്കുള്ള പരിപാടിയാണ് നടക്കുക. അതിൻ്റെ ഭാഗമായിട്ട് മെഗാ ക്ലീനിങ് ഡേ ആണ് ഇന്ന്. നമ്മുടെ മെയ് മാസം 9-ാം തീയതി നമ്മൾ ഇത് നടത്തുമ്പോൾ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുകയാണ്. ഹരിതകർമ്മ സേനയുടെ ആളുകളുണ്ട്, നമ്മുടെ അംഗൻവാടി ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മളുമായിട്ട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സഹകരണത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നമ്മുടെ ഇളങ്കാട് ടൗൺ സെക്രട്ടറി കൂടിയായ ശ്രീ ഷാജൻ ജയസ് ഇപ്പോൾ നമ്മൾ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ക്ലീനിങ്ങിൻ്റെ ഒരു ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഇത് എല്ലാ വർഷവും ഈ സമയത്ത് ആളുകൾ ഇങ്ങനെ ക്യാമ്പയിൻ ആയിട്ട് നടത്തി ഇതെല്ലാം ക്ലീൻ ചെയ്തോളൂ എന്നുള്ളൊരു സന്ദേശമല്ല. അതിനപ്പുറം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ സാധാരണ ഇപ്പം ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത് വെള്ളക്കുപ്പി, ബിയർ കുപ്പി, അങ്ങനെയുള്ള കുപ്പികളാണ്. അപ്പോൾ കുപ്പികൾ സത്യം പറഞ്ഞാൽ ഉപയോഗിച്ചതിന് ശേഷം അലക്ഷ്യമായി വലിച്ചെറിയാതെ ഏതെങ്കിലും ഒരിടത്ത് കൂട്ടി വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബിന്നുകൾ എല്ലാം പഞ്ചായത്തോടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരാൾ ഒരു കാലിക്കുപ്പി കണ്ടാൽ അത് അന്തസ്സോടുകൂടി അതെടുത്ത് ആ ബിൻ ബോക്സിൽ ഇടാനുള്ള ഒരു സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തണം. അതിലൂടെ മാത്രമേ നമ്മുടെ ഈ മാലിന്യ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇവിടെ ടൗണിൽ വന്ന് ക്ലീൻ ചെയ്യുന്നു. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടെ റിവീൽ ചെയ്യണം. നമ്മളത് ഒരു ചിന്നക്കൂട്ടിലാക്കി എവിടെ കൊണ്ടുള്ള സോ ചെയ്യുന്ന ഒരു സംവിധാനമാണെങ്കിൽ ക്ലീനിങ് കൊണ്ട് കാര്യത്തില്ല. അപ്പോൾ മാലിന്യ സംസ്കരണം, മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുട്ടായിയുടെ റാപ്പർ അവര് റോഡിലിടത്തില്ല. അപ്പൊ അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇട്ട് കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളതല്ല, അതവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് ഇടാനുള്ള സംവിധാനം പഞ്ചായത്ത് പോലുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. ആ ബിന്ന് നിറയുമ്പോൾ അത് മാറ്റാനുള്ള സംവിധാനം ബഹുമാനപ്പെട്ട പഞ്ചായത്തിൽ നിന്നുണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇത് എല്ലാ വർഷവും മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ആളുകൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്തും മാലിന്യം റോഡിലേക്ക് എറിയാമെന്നുള്ളൊരു സംസ്കാരം മാറ്റിയിട്ട് നമ്മുടെ നാടും സിറ്റി ഭാഗമാണെങ്കിലും ഗ്രാമപ്രദേശമാണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മുടെ വീടിന്റെ പരിസരമാണെങ്കിലും മുറ്റമാണെങ്കിലും എവിടെയാണെങ്കിലും മാലിന്യം ഇല്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് ഈ അവസരത്തിൽ ഞാനൊരു സന്ദേശമായിട്ട് തരികയാണ്. അതങ്ങനെ തന്നെ നമ്മുടെ നാടും നാട്ടുകാരും അത് ഏറ്റെടുത്തുകൊണ്ട് അതങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.